കമ്മ്യൂണിറ്റി, ഏതൊരു പ്രൊജക്റ്റും വിജയിക്കണമെങ്കിൽ എന്ത് വേണം? വലിയൊരു കമ്മ്യൂണിറ്റി വേണം. അല്ലാണ്ട് സിസ്റ്റം മാത്രം പോരാ, സിസ്റ്റം വലുതായാൽ മാത്രം പോരാ. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ട്സ്, 85 ലക്ഷത്തിലധികം വാലറ്റ് അക്കൗണ്ട് ഹോൾഡർമാരെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിന് ശേഷം ഓരോ വാലറ്റ് ഹോൾഡേഴ്സിനും എത്രയാണോ വാലറ്റ് പർച്ചേസ് ചെയ്യാൻ സിസ്റ്റത്തിന് നൽകിയ ആ ഒരു ഡിജിറ്റൽ പോയിന്റ്, മീൻസ് ഡിജിറ്റൽ കറൻസി, അതിന്റെ ഇരട്ടിയിലധികം ഈ ഓരോ വാലറ്റ് ഹോൾഡേഴ്സിനും, അതായത് അവസാനം 2022 ആ കാലഘട്ടത്തിൽ 15,000 കോടിയിലധികം ഓട്ടോ പോൾ ഇൻകം നൽകിക്കൊണ്ടാണ് സെക്കൻഡ് പ്രോജക്റ്റായ PBC മെറ്റ് എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം സിസ്റ്റം കടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റിന്റെ ഒരു ചെറിയൊരു കാര്യം പറയാം, അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ 1 മണിക്കൂറിൽ പറയാം ഈ പ്രോജക്റ്റിന്റെ. അപ്പൊ ഞാനിത് പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാർക്ക് എന്താണ് പേൾ വിൻ ഇന്റർനാഷണൽ എന്ന് അറിയാൻ വേണ്ടിയാണ് കുറച്ച് ഇത്രയും ഡീപ്പായിട്ട് പോകുന്നത് ഫ്രണ്ട്സ്. അതായത് ഒന്നാമത്തെ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിൽ പേൾ എന്ന വാലറ്റ് ആണ് ആദ്യം പർച്ചേസ് ചെയ്യേണ്ടത്. ആ പേൾ എന്ന വാലറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആരാണോ ഈ സിസ്റ്റം പരിചയപ്പെടുത്തിയത്, ആ പരിചയപ്പെടുത്തിയ വ്യക്തിയിലേക്ക് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ 15 ഡിജിറ്റൽ പോയിന്റ് നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ 8ഓളം അപ്ലയൻസിന് 1.25 ഡിജിറ്റൽ പോയിന്റ്, അതായത് ടോട്ടലി 25 ഡിജിറ്റൽ പോയിന്റ് സിസ്റ്റം നമ്മളിലേക്ക് തന്നെ തന്നു കഴിഞ്ഞു. ബാക്കിയില്ല 5 ഡിജിറ്റൽ പോയിന്റ് ഓട്ടോ പോൾ ഇൻകം നൽകുന്നതിനായി മാറ്റിവെച്ചു. അതായത് 100% സിസ്റ്റം നമ്മളിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ലീഡേഴ്സും എല്ലാ പ്രോഗ്രാമിലും പറഞ്ഞു തന്നു, 1 രൂപ പോലും നമ്മൾ വാങ്ങിക്കാതെ ഇത്രയും വലിയ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് കൊടുത്ത എമൗണ്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു തന്നുകൊണ്ട് സിസ്റ്റം അനൗൺസ് ചെയ്തു. നമ്മളിതാ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജികളായ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ടോക്കൺ, അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. നിങ്ങളെ അതിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2022 ജൂലൈ 28 PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് ടോക്കൺ പ്രോഗ്രാമിലേക്ക് സിസ്റ്റം പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ 85 ലക്ഷത്തിലധികം ആൾക്കാർക്ക് കിട്ടിയ ഓട്ടോപോൾ ഇൻകം സീഡ് ഫണ്ടിങ് ചെയ്ത് സിസ്റ്റത്തിന്റെ മൾട്ടിപർപ്പസ് കിട്ടിയ ഓട്ടോപോൾ മുഴുവൻ മൾട്ടിപർപ്പസ് ടോക്കനാക്കി മാറ്റാനുള്ള ഒരു അവസരമാണ് സിസ്റ്റം നൽകിയിരുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ ടോക്കനാക്കി മാറ്റാൻ പറ്റാത്തവർ ഇന്ന് പറയുന്നു സിസ്റ്റത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന്. സിസ്റ്റത്തിൽ നിന്ന് കൃത്യമായിട്ട് 4.5 വർഷമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ സിസ്റ്റം ചെയ്യുന്നത്. എന്നെ കിട്ടുന്നത് കൃത്യമായിട്ട്. സിസ്റ്റം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടും. അത് കൃത്യമായിട്ട് ചെയ്യാത്തവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, സിസ്റ്റം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ 2022 ജൂലൈ 28 PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് ടോക്കൻ ലോഞ്ച് ചെയ്യുന്നത്. സീഡ് ഫണ്ടിങ് ചെയ്ത് കണക്ട് ചെയ്യാനുള്ളൊരു അവസരം 85 ലക്ഷത്തിലധികം വാലറ്റ് ഹോൾഡേഴ്സിന് നൽകിയത്. അതിൽ എൻ്റെ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം, നമ്മുടെ സാറിന് വെച്ച അറിവ് പ്രകാരം 2.5 ലക്ഷം ആൾക്കാർ മാത്രമാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ്. ബാക്കി ആൾക്കാർ ഇപ്പൊ വരാനുണ്ട്. സിസ്റ്റത്തിന്റെ സെർച്ച് എഞ്ചിൻ കടന്നു വരുന്നതോടെ നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്താൽ നമുക്ക് പണം ഉണ്ടാക്കുന്ന രീതിയിൽ, പണം PBC മെറ്റ കിട്ടുന്ന രീതിയിൽ സിസ്റ്റം സെർച്ച് എഞ്ചിൻ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആ സെർച്ച് എഞ്ചിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ഈ സീഡ് ഫണ്ടിങ് ചെയ്യുന്ന യൂസർ ID-ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പരക്കം പായുന്ന ഓടുന്ന കാഴ്ച കാണാൻ പറ്റും 2025 ഈ ID-ക്ക് വേണ്ടിയിട്ട്. ബാക്കിയുള്ള ആൾക്കാർ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് 2025 ഫ്രണ്ട്സ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത് പുതിയ പാർട്ട്ണർമാർക്ക് ഇവിടെ കടന്നു വരാനുള്ള 2 പ്രോസസ്സുകളാണ് സിസ്റ്റം നൽകുന്നത്. ഒന്ന് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. എന്നാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് ടോക്കൺ എന്താണെന്ന് പറയാം. PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് ടോക്കൻ ഇന്ന് നാം പണം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മൾട്ടിപർപ്പസ് ടോക്കൺ കൊണ്ട് നമുക്ക് ചെയ്യുവാൻ പറ്റും ഫ്രണ്ട്സ്. നമുക്ക് മുട്ട സൂചി മുതൽ ഫ്ലൈറ്റ് വരെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫ്യൂച്ചർ ഓഫ് മണി PBC മെറ്റ, അതായത് പേൾ വെയിൻ കമ്മ്യൂണിറ്റി മെറ്റ കടന്നു വന്നിരിക്കുന്നത്. PBC മെറ്റയുടെ മൂല്യം എന്ന് പറയുന്നത് 2022 ജൂലൈ 28 1 USDക്ക് സമാനമായിട്ടുള്ള മൂല്യമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് 1 വർഷമാകുന്ന ആ ഒരു സമയം 1370 USDT, അതായത് 1370 മൂല്യം ഈ മെറ്റയുടെ മൂല്യം ഉണ്ടായിരുന്നു. പിന്നീട് PBC മെറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ട് 2022
കൃത്യമായിട്ടുള്ള വൈറ്റ് പേപ്പർ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റോഡ് മാപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടന്നു വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇന്ന് PBC മെറ്റ, കോയിൻ മാർക്കറ്റ് ക്യാപ്, കോയിൻ ജെക്കോ, സുഷി, പാൻകേക്ക് സ്വാപ്പ്, ബിനാൻസ് ഡെഫി വാലറ്റ്, അങ്ങനെയുള്ള നിരവധി ക്രിപ്റ്റോ മാർക്കറ്റുകളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. 150 കോടി ടോക്കനാണ് സിസ്റ്റത്തിന്റെ ഭാഗത്ത്. 100 മില്യൺ ടോക്കനാണ് ഉള്ളത്. ഇതിന്റെ ബേണിംഗ് പ്രോസസ് നടന്നുകൊണ്ട് ഇത് ഏകദേശം പകുതിയോളം വെട്ടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മെറ്റയുടെ വാല്യൂ നമ്മൾ 2025 പോകാൻ പോകുന്നത്. അപ്പോൾ പിന്നീടുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തിലെ നമ്പർ വൺ എക്സ്ചേഞ്ച് ആയ ബിനാൻസിന്റെ BSC, ബിനാൻസ് സ്മാർട്ട് ചെയിൻ, ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്, ഇങ്ങനെയുള്ള ഈ 2 പ്രോസസ്സുകൾ നടക്കുന്നത് ട്രസ്റ്റ് വാലറ്റ്, ബിനാൻസ് സപ്പോർട്ട് ചെയ്യുന്ന ട്രസ്റ്റ് വാലറ്റിലാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന സീഡ് ഫണ്ടിങ്, ടോക്കൺ ഫാമിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ട്രസ്റ്റ് വാലറ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 12 തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. ആ വാക്കുകളാണ് ഫ്രണ്ട്സ് ഇതിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. അല്ലാതെ ബോണ്ട്, ബാങ്കിലെ പോലെയുള്ള ഒരു രേഖയോ ചീട്ടോ ഈ ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിൽ PBC മെറ്റയിൽ ഇല്ല. ആ 12 വാക്കുകളാണ് നിങ്ങൾക്ക് തരുന്ന സെക്യൂരിറ്റി. ആ 12 വാക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങളത് എഴുതി വെക്കണം. നിങ്ങൾ ആധാരം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? 1, 2, 3 സ്ഥലത്ത് നിങ്ങൾ ഷെൽഫിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക. ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2025 ഈ പ്രോഗ്രാം കേൾക്കുന്നവരൊക്കെ കൃത്യമായിട്ട് 1000, 10,000 ലക്ഷങ്ങളാണ് വരുമാനം വായിക്കാൻ പോകുന്നത്. ഇങ്ങനെ വരുമാനം വായിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഫോണിൽ മാത്രമാണ് ഈ 12 വേർഡുകൾ നിങ്ങൾക്ക് ഈ വേർഡ് നിങ്ങളുടെ ആരാണോ നിങ്ങൾക്ക് ഈ വേർഡിൽ നൽകുന്നത്, ആ വേർഡ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങളുടെ ഫോണിൽ മാത്രമാണെങ്കിൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളുടെ ഫോണ് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ അപ്ലൈനെയോ മറ്റുള്ള ആരെയോ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ആ സെക്യൂരിറ്റി, ആ ഒരു വേർഡ് നിങ്ങളുടെ വേർഡാണ്. അത് നിങ്ങളുടെ കയ്യിലായിരിക്കണം. അതിന്റെ കസ്റ്റോഡിയൻ നിങ്ങളായിരിക്കണം, അതിന്റെ ഓണർ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു 12 വാക്കുകൾ ലഭിച്ച ഉടനെ തന്നെ അത് കൃത്യമായി എഴുതി വെക്കുക. പിന്നീട് നമുക്ക് ഫോൺ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും ആ വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സീഡ് ഫണ്ടിങ്ങിലൂടെയും ടോക്കൺ ഫാമിങ്ങിലൂടെയും കൃത്യമായിട്ട് വരുമാനം ലഭിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് വഴിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ 2 പ്രോസസ്സുകളാണ് സിസ്റ്റത്തിന്റെ ഭാഗത്തുള്ളത്. ഞാൻ ഒരു 6 തരത്തിലുള്ള $1 ട്രില്യൺ ഇൻഡസ്ട്രികളെ പറ്റി പറഞ്ഞു. അപ്പോൾ സീഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ട് സിസ്റ്റത്തിന്റെ ഷെയർ ഹോൾഡർ ആയിക്കൊണ്ട് അഥവാ വിത്ത് പങ്കാളിയായിക്കൊണ്ട് കടന്നു വരാനാണ് സിസ്റ്റം ആവശ്യപ്പെടുന്നത്. അപ്പോഴെന്ത് സംഭവിക്കും? സീഡ് ഫണ്ടിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ 6 തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നും കോടികളാണ് സിസ്റ്റത്തിന് വരുമാനം വരാൻ പോകുന്നത്. ഇപ്പൊ 2 പ്രൊജക്റ്റുകൾ മാത്രമാണ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിസ്റ്റത്തിന്റെ പാർട്ണർമാരാണല്ലോ നമ്മള്. അപ്പോ നമുക്ക് ലാഭവിഹിതം സിസ്റ്റം തരും, റിവാർഡ് നൽകും. ഇപ്പൊ നമ്മള് ബാങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കോ മറ്റേതെങ്കിലും ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ ബാങ്ക് ഡെവലപ്പായി വർഷത്തിൽ അവർക്ക് ലാഭം വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിനൊരു 4 ഗ്ലാസ് അല്ലെങ്കിൽ 100 രൂപ 200 രൂപ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് അവരൊരു റിവാർഡ് പോലെ ഒരു തുക നമുക്ക് നിശ്ചിത തുക തരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും $1 ട്രില്യൺ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് ലാഭം കിട്ടുമ്പോൾ ഈ സീഡ് ഫണ്ടിങ് ചെയ്ത് പാർട്ട്ണർഷിപ്പിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് റിവാർഡ് നൽകുന്ന സിസ്റ്റം. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ് സീഡ് ഫണ്ടിങ് ചെയ്യാൻ 1000 PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് NFT ടോക്കൺ ആവശ്യമാണ്. അപ്പോൾ ഈ 1000 PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് NFT ടോക്കൺ ട്രസ്റ്റ് വാലറ്റ് വഴി സീഡ് ഫണ്ടിങ്ങിന്റെ ആ ഒരു വെബ്സൈറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നാളെ മുതൽ 0.20 വെച്ച് സിസ്റ്റം റിവാർഡ് നൽകുകയും ആ PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് ടോക്കൻ 33 മാസം 1000 ദിവസം കൊണ്ട് അത് 2000
PVC മെറ്റയായി മാറും. പിന്നെ ഇപ്പോൾ 2020 മാട്രിക്സിന്റെ അത്ഭുതം ടോക്കൺ ഫാമിങ്ങിലാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത് സീഡ് ഫണ്ടിങ്ങിലാണ് ഫ്രണ്ട്സ്. അതായത് 20 ലെവലിലാണ് റഫറൽ ഇൻകം സിസ്റ്റം നൽകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? മാക്സിമം ഈ കിട്ടിയ അവസരം, ഈ പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കാനുള്ള ഒരു അവസരം എല്ലാ പാർട്ട്ണർമാരും ഉപയോഗപ്പെടുത്തുക. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് PVC മെറ്റയുടെ മൂല്യം ഒരു 1000 PVC മെറ്റ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 1000 PVC മെറ്റ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മൂല്യം ഒരു 100 രൂപയാണെങ്കിൽ 100 രൂപയാകുന്ന സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ 1000 ദിവസം 500 ദിവസം കഴിയുമ്പോൾ എന്ത് തന്നെയാലും 1000 ടോക്കൺ ലഭിക്കുമല്ലോ. ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ സിസ്റ്റത്തെ പറ്റി പഠിക്കുകയാണെന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 100 രൂപയാകുന്ന സമയം തന്നെ 50,000 ഫാമിങ്ങിലേക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഏകദേശം 1000 ഇതിന്റെ മൂല്യം, PVC മെറ്റയുടെ മൂല്യം ആണെങ്കിൽ 1000 ടോക്കൺ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് ഫ്രണ്ട്സ്. അപ്പൊ 10 ലക്ഷം രൂപ എത്രയാണോ മെറ്റയുടെ മൂല്യമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ PVC മെറ്റ ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. അത് ടോക്കൺ ഫാമിങ്ങിലേക്ക് കൃത്യമായി കൊടുക്കുവാൻ പറ്റും. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ടോക്കൺ ഫാമിംഗ്. ടോക്കൺ ഫാമിങ്ങിലും ഇതുപോലെ 100 USDT ആണ് ടോക്കൺ ഫാമിംഗ് ചെയ്യേണ്ടത്. 100 USDT കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പിറ്റേ ദിവസം മുതൽ 0.20 വെച്ച് സിസ്റ്റം റിവാർഡ് നൽകുകയും ആ റിവാർഡ് 33 മാസം അഥവാ 1000 ദിവസം കൊണ്ട് 200 ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും 200 USDT ആയി മാറും. അതുപോലെ തന്നെ 1000 USDT 33 മാസം കൊണ്ട് 0.20 വെച്ച് റിവാർഡ് ലഭിക്കുകയും അത് 2000 USDT ആയി മാറും. അത് 5000 ആണെങ്കിൽ 10,000 USDT ആയി മാറും. ഇത് നമ്മുടെ സൗകര്യാർത്ഥം, നമ്മുടെ താല്പര്യാർത്ഥം ഈ 2 പ്രോസസ്സുകളും നമുക്ക് ഫ്രണ്ട്സ് ചെയ്യുവാൻ പറ്റും. അപ്പോൾ ഇവിടെ 3-4 തരത്തിലാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ആരെയും ജോയിൻ ചെയ്യിപ്പിക്കാതെ സെൽഫ് ഇൻവെസ്റ്ററായി കടന്നു വന്നുകൊണ്ട് ഈ സിസ്റ്റത്തിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് റെഫറൽ മാർക്കറ്റിംഗ്. ഇന്ന് വളരെ വലിയ രീതിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന റെഫറൽ മാർക്കറ്റിങ്ങിലൂടെ എവിടെയും റെഫറൽ ആവശ്യമാണ് ശരിക്കും. അപ്പോൾ 2020 മാട്രിക്സിന്റെ റെഫറൽ മാർക്കറ്റിങ്ങിലൂടെ ആൾക്കാരെ ഇതിൽ സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വരുമാനം ടോക്കൺ ഫാമിംഗ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വരുമാനം മാസം എടുക്കാതെ മുതലിന്റെ കൂടെ പലിശ ഇടുന്ന പോലെ മുതലിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലൂടെ വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ 1000 ദിവസം 33 മാസമാണ്. നമുക്ക് 33 മാസം കൊണ്ടാണ് ഇരട്ടിയാകുന്നത്. സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം അടുത്ത് വന്ന പ്ലാൻ പ്രകാരം ഏർലി ബേർഡ് ഓഫർ എന്ന പ്ലാൻ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വരുമാനം 1000 ദിവസം കൊണ്ട് ലഭിക്കുന്ന വരുമാനം 222 ദിവസം കൊണ്ട് ഇരട്ടിയാകുന്ന ഏർലി ബേർഡ് ഓഫറിന്റെ പ്ലാനും ഇപ്പോൾ നിലവിലുണ്ട്. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കൂടുതലായിട്ട് അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കൃത്യമായി ഞാൻ ഒന്ന് സീഡ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി സൈറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ഒരു ലക്ഷം രൂപ കൊണ്ട് ഒരു വ്യക്തി ടോക്കൺ ഫാമിംഗ് എന്ന INR പറ്റി പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ടോക്കൺ ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം 0.20 വെച്ച് ആ വ്യക്തിക്ക് റിവാർഡ് നൽകുകയും INR 200 രൂപ വെച്ച് റിവാർഡ് നൽകുന്നു. പ്രതിമാസം 6000 രൂപ റിവാർഡ് നൽകുന്നു. ഇതിന്റെ 85% അഥവാ 5100 രൂപ നമുക്ക് എടുത്തുപയോഗിക്കേണ്ട ഒരു അവസരം സിസ്റ്റം നൽകുന്നുണ്ട്. ഇത് 33 മാസം കൊണ്ട് ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായി മാറുന്നു. 15% കരുതൽ ധനമായി മാറ്റിവെക്കുന്നു. ആ കരുതൽ ധനമായി മാറ്റിവെക്കുന്ന ആ ഒരു പ്രോഫിറ്റും സിസ്റ്റം മുതലിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഫാമിങ്ങിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ളൊരു അവസരം സിസ്റ്റം നൽകുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു 5 ലക്ഷം രൂപ കൊണ്ടാണ് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം മുതൽ 0.20 വെച്ച് 1000 രൂപ വരുമാനം നൽകുന്നു. അത് അതിന്റെ 6% എന്ന് പറയുന്നത് 30,000 രൂപ 6% ഉണ്ടാവും പ്രതിമാസം. അതിന്റെ 85% 25,500 രൂപ എടുത്ത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാം.
കോമ്പൗണ്ടിങ് ചെയ്യുന്ന വ്യക്തിക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിന്റെ 85% 4500 രൂപ കരുതനമായി മാറ്റിവെക്കുന്നു. ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് 1000 ദിവസം കൊണ്ട് 10 ലക്ഷമായി മാറും. അതുപോലെ തന്നെ ഇങ്ങനെ റഫറൽ ഇൻകം ഈ ഒരു സിസ്റ്റത്തിൽ കൃത്യമായിട്ടുണ്ട്. അതായത് ഒരു ജസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാൻ ഒരു വ്യക്തിയെ കൊണ്ട് ഒരു 1 ലക്ഷം രൂപ കൊണ്ട് ടോക്കൺ ഫാം ചെയ്യിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 1,06,000 രൂപയാണ് വരുമാനം ലഭിക്കുക. അപ്പോൾ ആ വ്യക്തി വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 20% എനിക്ക് ലഭിക്കും. അതായത് 1,200 രൂപ വെച്ച് ലഭിക്കും. ഈ ലഭിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ ലഭിക്കുന്നത് ആ വ്യക്തി പ്രതിമാസം എടുത്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ 190 ദിവസം മാത്രമാണ് ഫ്രണ്ട്സ് റഫറൽ ഇൻകം ലഭിക്കുന്നത്. അതുപോലെ തന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ്, മുതലിന്റെ കൂടെ കൂട്ടി നല്ല രീതിയിൽ 33.5 മാസം വെയിറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനമാണ് ആ കൊണ്ടുവന്ന വ്യക്തി ആഗ്രഹിക്കുന്നത്. എങ്കിൽ നമുക്കിത് ആ വ്യക്തി റീഫാമിംഗ് എന്ന പ്രോസസ് തുടർന്നതോടുകൂടി നമുക്ക് ആ വരുമാനം കാലാകാലം എന്നോണം ലഭിക്കും. അപ്പോൾ ഈ ഇൻകത്തിന്റെ കാര്യം ഞാൻ അത്രയും ഷോർട്ടായിട്ടാണ് ഇത്രയും നല്ല പറയേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പറയാൻ തന്നെ ശേഷം അരമണിക്കൂറിലധികം വേണം ഈ ഒരു സബ്ജക്റ്റ് പറയാൻ. ഞാൻ ഷോർട്ടായിട്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. ബാക്കി നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്തത് അവർ മുഖാന്തരം ബന്ധപ്പെട്ടാൽ ആ ലീഡർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ